വാഴ്ത്തുപാട്ടുകളായോ സ്തുതിഗീതമായോ പരിഗണിക്കേണ്ടത് പോലുമില്ല. കാരണം അതിന്റെ ക്വാളിറ്റിയും അതിലെ വാക്കുകളും അങ്ങനെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് അത് അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ അക്കാര്യത്തിൽ കൊടുക്കേണ്ടതുള്ളൂ. മാത്രമല്ല, നിങ്ങൾക്ക് സഖാവ് പിണറായി വിജയനെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശകർക്ക് ഒരു ചട്ടുകമാകുന്ന തരത്തിലേക്ക് ആ പാട്ടുകൾ മാറുന്നു എന്നുള്ളിടത്ത് മാത്രമാണ് എന്റെയും പ്രശ്നം. പക്ഷെ അങ്ങനെ ആ അതിന് പാട്ടെടുത്ത് ബലം നൽകുന്ന വിധത്തിൽ മന്ത്രിമാരിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പോലും പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരും. അവിടെയാണ് CPM സഹയാത്രികർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ന്യായീകരിക്കുന്നതിന് വേണ്ടി. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നതും ചരിത്രം വളച്ചൊടിക്കുന്നതും. അത് CPMന്റെ നയം അന്ന് അങ്ങനെയായിരുന്നു, ഇന്നങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരുന്നതും അഡ്വക്കേറ്റ് BN ഹസ്കർ. അതുകൊണ്ട് ഇത് ഒഴിവാക്കാമല്ലോ. ഇപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയും വരും. ഇതിനേക്കാൾ ശക്തിയേറിയ വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകും. അപ്പോൾ പ്രതിരോധിക്കാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവും. നിങ്ങൾ വലതുപക്ഷ നേതാക്കന്മാരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ വലതുപക്ഷ നേതാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പാട്ടുകളോ അല്ലെങ്കിൽ കവിതകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളായി സൃഷ്ടികളിലോ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണെന്നും, പക്ഷെ ഇടതുപക്ഷ നേതാക്കന്മാർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രകീർത്തിക്കപ്പെടുമ്പോ അതൊരു വലിയ തരത്തിലുള്ള മൂല്യച്യുതിയായി ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. വലതുപക്ഷത്തിന്റെ മൂല്യമല്ല ഇടതുപക്ഷത്തിന്റെ മൂല്യം. അതാണ് അതിനുള്ള മറുപടി. ഇടതുപക്ഷ മൂല്യം വേറെയാണ്. അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ ചെറുതായി കാണാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അത്ര ചെറുതാണോ സഖാവേ? അങ്ങനെയല്ല. നിങ്ങൾ അത് ചെറുതായി കാണുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, ചെറുതായില്ല, ഞങ്ങൾ വലുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടല്ലേ ചർച്ച വരുന്നത്. നിങ്ങൾ വലുതായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് CPMനെയും കമ്മ്യൂണിസത്തെയും വിമർശിക്കുന്നതിനു വേണ്ടി അതിലെ നേതാക്കന്മാരെ തരം തിരിഞ്ഞ് ഒറ്റയ്ക്ക് പച്ചയ്ക്ക് തെരുവിൽ നിർത്തി നിങ്ങൾ വിചാരണ ചെയ്യുന്നു. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അതുപോലെ ഏതെങ്കിലും വലതുപക്ഷ നേതാക്കന്മാരെയോ വലതുപക്ഷത്തിലെ ഏതെങ്കിലും വ്യക്തികളെയോ നിങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ 7.5-8 കൊല്ലത്തിനിടയിൽ നിരന്തരം നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇടതുപക്ഷ നേതാക്കന്മാരെയും വിശിഷ്യ സഖാവ് പിണറായി വിജയനെയും മാത്രമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം വിമർശന വിധേയമാകേണ്ടി വരുന്നത് എന്നതാണ്. നിങ്ങൾക്ക് നമുക്കറിയാലോ, നാടൻ ഒരു ചൊല്ലുണ്ട്, മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെറിയും. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് സമൂഹത്തിനിടയിൽ അത്തരത്തിൽ അപ്രമാദിത്വമുണ്ട് എന്നിടത്താണ് നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നതും അതുവഴി CPMനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതും. അല്ല, ഇതിനൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇടത് മൂല്യം എന്ന് പറയുന്നത് വലുതാണെന്ന് നിങ്ങൾ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ചർച്ചകൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ദൈവവൽക്കരിക്കരുത്, ബിംബവൽക്കരിക്കരുത്, പാർട്ടിക്ക് മുകളിൽ ആർക്കും സ്ഥാനമില്ല, അത് എത്ര വലിയ നേതാവായാലും സ്ഥാനമില്ല, അവിടെ സ്തുതിഗീതങ്ങൾ പാടില്ല, നേതാക്കളെ സ്തുതിക്കരുത്, വീരാരാധന പാടില്ല, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. CPMനെയും CPMന്റെ നേതാക്കന്മാരെയും വിമർശിക്കുമ്പോൾ കിട്ടുന്ന ചില ആത്മരതിയുണ്ട്. ആ ആത്മരതി ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മോദി വിമർശിക്കുമ്പോഴും ആത്മരതിയാണോ? കരുണാകരനെ വിമർശിക്കുമ്പോൾ ആത്മരതിയാണോ? നേതാക്കന്മാരെയും സഖാവ് പിണറായി വിജയനെയും വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ആത്മരതി ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ വിമർശിക്കുന്നത് അതിന് മാധ്യമങ്ങൾ ചില പഴയ കമ്മ്യൂണിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങളത് ചെവികൾ കടുത്തുപോലും കമ്മ്യൂണിസം പഴയതായി. പഴയ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാക്കൊക്കെ വളരെ അല്ല, ഈ അപ്രമാദിത്യം എന്നുള്ള വാക്ക് താങ്കളുടെ വായിൽ നിന്നുണ്ടായി. അതായത് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തയാൾ എന്ന കൂടി അർത്ഥമുണ്ട് ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വിമർശനം ഉണ്ടാകും. അതെങ്ങനെ ആത്മരതിയാകും? അങ്ങനെയല്ല. CPMനെ വിമർശിക്കുകയും CPM നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ചിലർക്ക് ആത്മരതിയുണ്ട്. ആ ആത്മരതി അനുഭവിക്കുന്നവരാണ് ചില വിമർശകർ. അതിൽ അത് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങൾ സ്വയം വിമർശിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം സ്വയം വിമർശിച്ചിട്ടാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത്. അതാണ് ഞങ്ങളുടെ സംസ്കാരം. ഞങ്ങളുടെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് വേണ്ടി കാര്യം
ഞങ്ങൾ ഒരു വിരൽ നിങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ എനിക്ക് നേരെ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അതിപ്പോ നമുക്കൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചല്ലോ, അതുകൊണ്ടാണ് കരുണാകരനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും AK-ആന്റണിക്കെതിരെയും മോഡിക്കെതിരെയും ഒക്കെ വിമർശിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അത് അന്ന് കേട്ടിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല. അത് എന്താ കാരണം, ഭരിക്കുന്നവർ വിമർശിക്കും, പക്ഷെ അവരാരും കരിഞ്ഞു പോകുമെന്നോ ഇല്ലാതായി പോകുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീ ജിൻഡോ ജോൺ, താങ്കൾ ഈ ആത്മരതിയിൽ ആറാടുകയാണോ ശ്രീ BN ഹസ്കർ പറഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട്? മഞ്ജുഷേ, എനിക്ക് അത്ഭുതമാണ് തോന്നി. ഈ ഹസ്കറെ പോലുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം CPM വല്ലാത്ത രീതിയിൽ എൻഡോഴ്സ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രത്തോളം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ആത്മരതി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ VS അച്യുതാനന്ദൻ കടലിൽ നിന്ന് കോരിയ ബക്കറ്റിലെ വെള്ളത്തിൽ തിരമാല ഉണ്ടാകില്ല എന്നും കടലിനോടൊപ്പം ചേർന്നാലേ തിരമാല ഉണ്ടാകുകയുള്ളൂ, പാർട്ടിയോടൊപ്പം നിന്നാലേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു VS അച്യുതാനന്ദനെ പരസ്യമായിട്ട് വിമർശിച്ചത് പിണറായി വിജയന് ആത്മരതി കിട്ടാൻ വേണ്ടിയിട്ടാണോ? നാളിതുവരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജാഥ നടത്തിയപ്പോൾ, ബസ് യാത്ര നടത്തിയപ്പോൾ പിണറായി വിജയൻ ഓരോ വേദിയിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു, സംസ്ഥാനത്തെ UDF-നെ വിമർശിച്ചു, നാട്ടിലെ മുഴുവൻ ആളുകളെയും വിമർശിച്ചു, പ്രതിഷേധിക്കുന്നവരെ വിമർശിച്ചു. അദ്ദേഹം ഇങ്ങനെ ആത്മരതിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിമർശിക്കുന്നത് ആത്മരതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ എത്രയോ വട്ടം പ്രതിപക്ഷ സംഘടനകളെ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ തങ്ങളോടൊപ്പം സംസാരിക്കുന്ന ആളുകളെ ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സിന് വിമർശിച്ചു. താങ്കൾക്ക് ആത്മരതി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? ഇത് ആളുകൾക്ക് കൂടി മനസ്സിലാകണ്ടേ? ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ? നമ്മൾ ഇത്തരം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, പഴയ കമ്മ്യൂണിസ്റ്റ് എന്ന്. അതെനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ കമ്മ്യൂണിസം പഴകി, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇത് വിട്ടുപോയി. രണ്ടിൻ്റെയും കാരണം ഈ പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. അപ്പോൾ ഈ പഴയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആക്ഷേപം തന്നെ അത് നിലവിലെ പാർട്ടി സംവിധാനത്തിനെതിരെയുള്ള ഒരു ചൂണ്ടുവിരലാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. രണ്ടാമത്, വിമർശനത്തിൻ്റെ തോത് തീരുമാനിക്കുന്നത് വിമർശിക്കപ്പെടുന്ന ആളാണോ? വിമർശിക്കപ്പെടുന്ന ആളല്ല, വിമർശിക്കുന്ന ആളുകളാണ് തോത് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്നെ വിമർശിക്കുന്നതിൻ്റെ തോത് ഇത്രയും മതി എന്ന് തീരുമാനിക്കാൻ? സത്യസന്ധമായ വിമർശനമാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ ഇതിനു മുമ്പ് അധികാരത്തിൽ വരുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന ഈ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇതിനു മുമ്പും CPM-ന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നിട്ട് കോൺഗ്രസിൻ്റെ ഉണ്ടായിട്ടുണ്ട്, CPI-യുടെ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ? പല ആളുകളെയും നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ? നിങ്ങൾ ഇതിൻ്റെ തോത് നോക്കിയിട്ടുണ്ടോ? എത്രത്തോളം സത്യസന്ധമായ വിമർശനം നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ഏറ്റവും അടുത്ത് മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സാധാരണ വീട്ടമ്മയ്ക്കെതിരെ പെൻഷന്റെ വിഷയത്തിൽ ദേശാഭിമാനി വിമർശനം നടത്തിയില്ലേ? സത്യസന്ധത നോക്കിയിട്ടാണോ നിങ്ങൾ നടത്തിയത്? സത്യസന്ധമായിട്ടുള്ള വിമർശനമാണോ നിങ്ങൾ നടത്തിയത്? ഈ കഴിഞ്ഞ ദിവസം KSU-ന്റെ ഒരു സംസ്ഥാന ഭാരവാഹിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ വിമർശനവും വ്യാജ വാർത്തയും ദേശാഭിമാനി എഴുതിയില്ലേ? കൈരളി ചാനൽ പ്രസിദ്ധീകരിച്ചില്ലേ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ ആ വിമർശനത്തിൽ സത്യസന്ധത ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ വിമർശിച്ചത്? നിങ്ങൾ എത്രയോ വേദികളിൽ പ്രസംഗിച്ചു. അപ്പോൾ ഈ സത്യസന്ധത, വിമർശനത്തിന്റെ തോത് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പുകഴ്ത്ത് പാട്ടലുകളെ ന്യായീകരിക്കുക. താങ്കൾ പോലും ഈ ചർച്ചയിൽ എത്രയോ വട്ടം ഈ സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഈ വീഡിയോ ദൃശ്യത്തെ അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള പൊതുജനങ്ങൾക്കിടയിലുള്ള വികാര രൂപീകരണമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും താങ്കൾക്ക് ഉണ്ടാകണം. ഞങ്ങൾ ഈ വിമർശിക്കുന്നത് പഴയ കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ടുവന്ന് ചർച്ച നടത്തുന്നു എന്ന അഡ്വക്കേറ്റ് BN ഹസ്കറിന്റെ പ്രയോഗം താങ്കൾക്ക് മനസ്സിലായോ എന്താണെന്ന്? അല്ല, ഉത്തരം പറയണ്ടേ? താങ്കൾ ഈ പഴയ കമ്മ്യൂണിസ്റ്റുകളെ അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തി ചർച്ച ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് അങ്ങല്ലേ? മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇതിപ്പോ ആലങ്കാരിക ഭാഷ, പാർട്ടി സെക്രട്ടറി എങ്ങനെ ആലങ്കാരികമായിട്ട് സംസാരിക്കാൻ പാടില്ല ഹസ്കറെ? പാർട്ടി സെക്രട്ടറി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയല്ലേ സംസാരിക്കുന്നത്, അല്ലേ? ഹസ്കർ വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഹസ്കറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പോയിട്ട് പാർട്ടി സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വ്യാഖ്യാനം കൊടുക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ വ്യാഖ്യാനിച്ചാണ് നമ്മുടെ പാർട്ടി സഹാക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ പഠിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പഴയതായാലും പുതിയതായാലും അതിന്റെ രീതിശാസ്ത്രം, മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അതാണ്.